ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടൊരു മെഴുക്കുരട്ടിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. അതിലേക്ക് നമ്മൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം അത് നല്ലപോലെ വഴണ്ടി ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച വഴുതനങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നല്ലപോലെ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. കാരണം ഉപ്പെല്ലാം എല്ലാ വശങ്ങളിലും ആവണം. വഴുതനങ്ങയുടെ ആണെങ്കിലും എല്ലാ വശങ്ങളിലേക്കും ആവണം. അതിനാണ് നമ്മൾ നല്ലപോലെ ഇളക്കുന്നത്. അതിനുശേഷം നമ്മൾ ദാണ്ട് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ നമ്മൾ ഇളക്കുക. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മളൊരു മുട്ട നല്ലപോലെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു തവി വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ അത് നല്ലപോലെ നമ്മൾ മുട്ട ചിക്കി എടുക്കത്തില്ല, അതുപോലെ ചിക്കി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചിക്കി എടുത്തത് വഴുതനങ്ങയുടെ എല്ലാ ഭാഗങ്ങളിലും ആകുന്ന രീതിയിൽ മൊത്തത്തിൽ ഇതിൽ മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ മെഴുക്കുരട്ടിയിൽ നമ്മൾ മുട്ടയൊന്നും അധികം ചേർക്കാറില്ല. ഇവിടെ നമ്മൾ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.